ഹൃദയഭേദകമായ പരാജയത്തിൽ നിന്നും അജയ്യമായ ആധിപത്യത്തിലേക്ക് നിലവിലെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെ 1996 തൻ്റെ സ്വന്തം തട്ടകമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ശക്തമായ വേരോട്ടമുള്ള പറവൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനിറങ്ങിയപ്പോൾ CPIയുടെ മുതിർന്ന നേതാവായ പി രാജു വെറും 1116 വോട്ടുകൾക്ക് തോൽപ്പിച്ചത് സതീശൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വഴിത്തിരിവായി. എന്നാൽ രാഷ്ട്രീയത്തിൽ പറയാറുള്ളതുപോലെ ഒരു തിരിച്ചടി പലപ്പോഴും ഒരു വലിയ തിരിച്ചുവരവിനുള്ള തട്ടകം മാത്രമാണ്. പിന്മാറുന്നതിന് പകരം സതീശൻ താഴെത്തട്ടിൽ പ്രവർത്തിച്ചു. 2001 നടന്ന തെരഞ്ഞെടുപ്പിൽ പി രാജുവിനെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് തുടർച്ചയായി 5 തവണ സതീശൻ പറവൂരിനെ ഹൃദയത്തിലേറ്റി. 1996 നഷ്ടപ്പെട്ടുപോയ 1116 വോട്ടുകൾ 2021 21,000 വോട്ടുകളായി വർദ്ധിപ്പിച്ചു ഈ പോരാളി. 2026 തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ അമരക്കാരനായ സതീശൻ ശക്തമായ വെല്ലുവിളികളാണ് പറവൂരിൽ നേരിടുന്നത്. അത് CPIയുടെ സ്ഥാനാർത്ഥിയായ ടൈസൺ മാസ്റ്ററിൽ നിന്നല്ല, മറിച്ച് സാമുദായിക സംഘടനകളായ NSSൻ്റെയും SNDPയുടെയും വർഗീയ സംഘടനകളായ ജമാഅത്തെ ഇസ്ലാമിയുടെയും RSSൻ്റെയും വെല്ലുവിളികളെയാണ്. ഈ വോട്ട് ബാങ്കുകളെ അതിജീവിച്ച് കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നാൽ വി ഡി സതീശൻ കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല.